ഹലോ എവ്രി വൺ. നമ്മളിപ്പോൾ ഇന്ന് 10 PSC ക്വസ്റ്റ്യൻസ് 10 മിനിറ്റും കൊണ്ട് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ ആൻസേഴ്സും എങ്ങനെ ആൻസറിലേക്ക് എത്തി എന്നുള്ള സ്റ്റെപ്പുകളും ഉൾപ്പെടെ എല്ലാം വിശദീകരിച്ച് തന്നെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം കുറച്ച് ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇമെക്ക് 28 നവംബറിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 10 ചോദ്യങ്ങളും നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യത്തെ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ്. സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഇത് വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് ആ ഇക്വേഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ എന്താണ്? R is equal to rho L by A എന്നാണ് ആ റെസിസ്റ്റൻസും സ്പെസിഫിക് റെസിസ്റ്റൻസും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ. അപ്പോൾ ഇത് R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്, റോ എന്ന് പറയുന്നതാണ് ഈ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള ഒരു വഴി പറഞ്ഞുതരാം. RA ഈക്വൽ ടു റോ എൽ എന്ന് പഠിച്ചു വെക്കുക. റാ റോൾ എന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാണ്? റാ റോൾ. ഇത് റോ ആണല്ലോ, അപ്പോൾ റോള് എന്ന് പഠിച്ചു വെക്കുക. ഇത് RA എന്നുള്ളതിന് റാ എന്ന് പഠിച്ചു വെക്കുക. റാ റോൾ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചാൽ അതൊരു വളരെ എളുപ്പമാണ്. റാ റോൾ എന്ന് പറഞ്ഞാൽ റാ ഈക്വൽ ടു റോൾ എന്ന് പറയുക, RA ഈക്വൽ ടു റോ ഇൻറ്റു എൽ എന്ന് പറയുക. അപ്പോൾ R ഇൻറ്റു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ R ഇൻറ്റു A എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ആണത്രേ. അപ്പോൾ റോയിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. ആറിൻ്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, റോയിൻ്റെ യൂണിറ്റ് നമുക്കിപ്പോൾ അറിയില്ല, ഇൻറ്റു ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ എന്ന് വരും. ഓം ഇൻറ്റു മീറ്റർ എന്ന് വരും. അപ്പോൾ ഓം മീറ്റർ ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ B ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. അടുത്ത ചോദ്യം, വാല്യൂ ഓഫ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പോൾ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നേച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നേച്ചർ ഓഫ് മെറ്റീരിയൽ, ലെങ്ത് ഓഫ് മെറ്റീരിയൽ. ലെങ്ത് ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലെങ്ത് ഓഫ് മെറ്റീരിയൽ ആൻഡ് വോളിയം ഓഫ് മെറ്റീരിയൽ ഇല്ല, അതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തത് നേച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് വോളിയം ഓഫ് മെറ്റീരിയൽ. വോളിയം ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഉത്തരം ശരിക്കും ഒന്ന് മാത്രമാണ്. അപ്പോൾ ഒന്ന് മാത്രം എന്ന് വന്നിട്ടുള്ളത് A ഓൺലി 1 and 2 ആണ്. അത് 2 വരില്ല. അടുത്തത് ഓൺലി 2 and 3 ആണ് B, അതും വരില്ല. C ആണ് ഉത്തരം, ഓൺലി 1. അതായത് നേച്ചർ ഓഫ് മെറ്റീരിയലിനും ടെമ്പറേച്ചറിനും മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നമുക്കറിയാം. R എന്ന് പറയുന്നത് RT is equal to R into 1 plus alpha into delta T ആണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അറ്റ് സ്പെസിഫിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് അറിയാവുന്ന ഒരു സ്പെസിഫിക് വാല്യൂ ഓഫ് ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് ഇൻറ്റു 1 പ്ലസ് ആൽഫ. ഈ ആൽഫ എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കേട്ടോ. ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അത് RO എന്ന് പറയുന്ന, അതായത് RO എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ആ സബ്സ്റ്റൻസിന്, ആ മെറ്റലിന് എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളത്, അത് ആ മെറ്റലിൻ്റെ നേച്ചറിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. കോപ്പറിന് ഒരു വാല്യൂ ആണെങ്കിൽ സിൽവറിന് മറ്റൊരു വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ നേച്ചർ ഓഫ് മെറ്റീരിയലിനെ തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് മാത്രമാണ് ഉത്തരം. അപ്പോൾ ഓൺലി 1 ആണ്. ലെങ്തോ വോളിയമോ ഒന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം, in resistor color coding, if the third band is gold, it represents a multiplying factor of. gold ആണ് വരുന്നതെങ്കിൽ തേർഡ് ബാൻഡ് മൾട്ടിപ്ലൈയിങ് ഫാക്ടർ 0.1 ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഗോൾഡ് ആണെങ്കിൽ 0.1 ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സിൽവർ ആണെങ്കിൽ 0.01 ആണെന്നും ഓർത്തു വെക്കുക. ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകുന്നു. അടുത്ത ചോദ്യം, കമ്പൈൻഡ് ഓർ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ സർക്യൂട്ട് ഈസ്.
പാരലൽ സർക്യൂട്ട് ആവുമ്പോൾ കമ്പൈൻഡ് റെസിസ്റ്റൻസ് എത്രയാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ നമുക്ക് എപ്പോഴും ലെസ് ദാൻ ദ ലീസ്റ്റ് എമംഗ്സ്റ്റ് ദം ആയിരിക്കും. Other options are higher than the least amongst them, അല്ല. Higher than the highest amongst them, no. Less than the highest amongst them, അതൊന്നും അല്ല. Less than the least amongst them ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ ഏറ്റവും കുറവ് വാല്യൂ ആയിരിക്കും വരിക. ലീസ്റ്റ് ആയിട്ടുള്ള ആ വാല്യൂവിനെക്കാട്ടിലും കുറഞ്ഞ വാല്യൂ ആയിരിക്കും വരിക. എന്നാൽ സീരീസിലാവുമ്പോഴോ, റെസിസ്റ്റേഴ്സും സീരീസ് ആവുമ്പോൾ എപ്പോഴും ഹയർ ദാൻ ദി ലാർജസ്റ്റ് വാല്യൂ. ഓക്കെ, ഏറ്റവും വലിയ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ സീരീസിലുള്ള വാല്യൂ. കാരണം സീരീസ് ആവുമ്പോൾ നമ്മൾ ആഡപ്പ് ചെയ്യാണ്, പാരലൽ ആവുമ്പോൾ 1/R1 + 1/R2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 1/R ഇക്വലൻ്റ് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, സെറാമിക് കപ്പാസിറ്റർ ആസ് ആൻ അപ്രോക്സിമേറ്റ് കപ്പാസിറ്റൻസ് റേഞ്ച് ഓഫ്. സത്യം പറഞ്ഞാൽ ഇതിലൊന്നും ഉത്തരവില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും ക്യാൻസലായി. 3 പിക്കോഫാരഡ് ടു 30 പിക്കോഫാരഡ് അല്ല, 2 മൈക്രോഫാരഡ് ടു 2000 മൈക്രോഫാരഡ് അല്ല, 3 പിക്കോഫാരഡ് ടു 2000 മൈക്രോഫാരഡ് അല്ല, 3 പിക്കോഫാരഡ് ടു 2 മൈക്രോഫാരഡും അല്ല. ഓക്കെ, ആക്ച്വലി സെറാമിക് കപ്പാസിറ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 നാനോ ഫാരഡ് മുതൽ 1 മൈക്രോഫാരഡ് വരെയാണെന്നാണ് നമ്മൾ പറയുക. നമ്മൾ 100 മൈക്രോഫാരഡ് വരെയൊക്കെ പക്ഷെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ റേഞ്ചിലൊന്നും ഇവിടെ ഉത്തരങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ PSCയിൽ ക്യാൻസൽ ചെയ്തു. പക്ഷെ ഇതിൻ്റെ ഉത്തരം ഇതാണെന്ന് അറിഞ്ഞിരിക്കുക. 1 നാനോ ഫാരഡ് ടു 1 മൈക്രോഫാരഡ് ആണ് സെറാമിക് കപ്പാസിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റൻസ് റേഞ്ച്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം, 5 equal capacitors connected in series have a resultant of 4 microfarad. When these are connected in parallel and charged to 400 volt DC supply, then the total energy stored is. ഓക്കെ, അതായത് 5 ഈക്വൽ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ഇൻ സീരീസിൻ്റെ ഫോർമുല അറിയണം. അതാണ് ഇവിടെ വേണ്ടത്. കപ്പാസിറ്റർ ഇൻ സീരീസിൻ്റെ ഫോർമുല അറിയണം. അത് എത്രയോ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അത് കണക്ട് ചെയ്തു, പാരലൽ കണക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ഇൻ പാരലലിൻ്റെ ഫോർമുലയും അറിയണം. അടുത്തത് എന്താണ് പറയുന്നത്? ടോട്ടൽ എനർജി സ്റ്റോർഡും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണത്തിന് ഫോർമുല അറിഞ്ഞാൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വരിക? 1/C ഇക്വലൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 1/C1 + 1/C2 + 1/C3 അല്ലേ? അതങ്ങനെ പോവും. അപ്പോൾ ഇവിടെ 5 ഈക്വൽ കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ C ഇക്വലൻ്റ് 4 മൈക്രോഫാരഡ് എന്ന് പറയുന്നുണ്ട്. അതായത് C ഇക്വലൻ്റ് 4 ആണ് കേട്ടോ. അപ്പോൾ 1/4 മൈക്രോഫാരഡ് ഇസ് ഈക്വൽ ടു 1/C1 + 1/C2. ഈ C1 C2 ഒക്കെ ഒന്നാണ്, എല്ലാം ഒരേ ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ 5 എണ്ണം ഉണ്ടെന്നും പറയുന്നുണ്ട്. അതായത് 1/C + 1/C + 1/C എന്ന് പറഞ്ഞിട്ട് 5 എണ്ണം വരും. അപ്പോൾ 5/C എന്ന് വരുമല്ലോ. അപ്പോൾ കപ്പാസിറ്റൻസ് C എന്താണ്? 5 × 4 മൈക്രോഫാരഡ് 20 മൈക്രോഫാരഡ്. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടിയല്ലോ, കപ്പാസിറ്റൻസ് കിട്ടി. ഇനി അത് പാരലലായിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ സീരീസിൻ്റെ കാര്യം കിട്ടി. അങ്ങനെ കപ്പാസിറ്റൻസ് C എന്താണെന്ന് കിട്ടി. ആ 5 എണ്ണം പാരലലായിട്ട് 20 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്താൽ സീരീസ് എന്ന് പറയുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് എത്ര കിട്ടും? 5 എണ്ണം ഉണ്ട്, 20 മൈക്രോഫാരഡിൻ്റെ ആണ്. അപ്പോൾ 20 മൈക്രോഫാരഡ് × 5 എന്ന് പറയുന്നത് 100 മൈക്രോഫാരഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ C ഇക്വലൻ്റ് കപ്പാസിറ്റൻസും കിട്ടിയില്ലേ? ഇനി ചോദിക്കുന്നത് അത് 400 വോൾട്ടിലേക്ക് ചാർജ് ചെയ്തു, എന്നാൽ അതിൻ്റെ ടോട്ടൽ എനർജി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ എനർജിയുടെ ഫോർമുല എന്താ? കപ്പാസിറ്റൻസും ഉണ്ട്, സിയും ഉണ്ട്, ഇവിടെ വോൾട്ടേജ് വിയും ഉണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ½ CV² എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാം. അപ്പോൾ ½ × C × V², അതായത് ½ × 20 മൈക്രോഫാരഡ് × 5, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇക്വലൻ്റ്, × V² എന്ന് വെച്ചാൽ 400². അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 8 ആണെന്ന് കിട്ടും അല്ലേ? മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 10⁻³ കൂടെ 10⁻⁶ കൂടെ വരും, മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 8 ജൂളാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ 6ാമത്തെ ചോദ്യം കഴിയുന്നതോടുകൂടി അടുത്തത് 7ാമത്തെ ചോദ്യം. 2 coils each having an inductance of 250 microfarad
microhenry have combined inductance of 550 microhenry when connected in series aiding and 450 microhenry when connected series opposing. Find the മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണണം, സീരീസ് എയ്ഡിങ്ങും തന്നിട്ടുണ്ട്, സീരീസ് ഒപ്പോസിങ്ങും ആയിട്ടുള്ള വാല്യൂസും തന്നിട്ടുണ്ട്. അപ്പം സീരീസ് എയ്ഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് കപ്പാസിറ്റൻസ് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ പൊളാരിറ്റി ഒരേപോലെ എയ്ഡിങ് ആയിട്ട്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എയ്ഡിങ് ആയിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ എല്ലും ഇതിൻ്റെ എല്ലും, ഇതിൻ്റെ L1 ഇതിൻ്റെ L2 ആണെങ്കിൽ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ടോട്ടൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്, കമ്പൈൻഡ് ഇൻഡക്റ്റൻസ് L ടോട്ടൽ എന്ന് വെച്ചോ, L ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, L1 + L2 + 2M എന്നായിരിക്കും കേട്ടോ. ഇത് എയ്ഡിങ്ങിൻ്റെ ആണ്. എയ്ഡിങ് എന്ന് പറയുന്നത് എന്താണ്, പൊളാരിറ്റി ഒരേപോലത്തെ പൊളാരിറ്റി വരിക, അത് കറണ്ട് ഒരേപോലെ പോവുക, അപ്പോൾ നമ്മുടെ നല്ലോണം ഫ്ലക്സ് ലിങ്കേജ് കൂട്ടാൻ സഹായിക്കുന്നതാണ് എയ്ഡിങ് എന്ന് പറയുന്നത്. ഇനി സീരീസ് ആയിട്ട് തന്നെ ഒപ്പോസിങ് ആയിട്ട് നമുക്ക് വെക്കാം, അതായത് കോയിൽ തിരിച്ചു വെക്കാം. കോയിലിൻ്റെ പൊളാരിറ്റി നമ്മൾ തിരിച്ചു വെച്ചു എന്ന് വിചാരിക്കുക, അതായത് ഇവിടെ പൊളാരിറ്റി ഇതിൻ്റെ ഇവിടെ നിന്നാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ എന്തു പറയും, അപ്പോൾ സത്യത്തിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരാൻ പോകുന്നത് ഒപ്പോസ് ചെയ്തിട്ടാണ്. അതായത് L ടോട്ടൽ എന്ന് പറയുന്നത് L1 + L2 - 2M എന്നാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ L1 + L2 + 2M എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചു, ഓരോന്നിനും ഇൻഡക്റ്റൻസ് 250 മൈക്രോ ഹെൻറി ആണ് അത്ര. അപ്പോൾ 250 + 250 മൈക്രോ ഹെൻറി ആണ്, പ്ലസ് 2 മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയെന്ന് അറിയില്ല, അതെന്ന് പറയുന്നത് 550 മൈക്രോ ഹെൻറി ആണെന്ന് പഠിച്ചു. എല്ലാ മൈക്രോ ഹെൻറി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ, 10⁻⁻⁶ എടുത്തിട്ടില്ല. അപ്പോൾ ഇതെന്ത് വരും, 550 എന്ന് പറയുന്നത് 500 + 2 മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയാണ്, 550 - 500, 50/2 25 മൈക്രോ ഹെൻറി. അതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, C 25 മൈക്രോ ഹെൻറി ആണ് അതിൻ്റെ ഉത്തരം. അടുത്തത് എട്ടാമത്തെ ചോദ്യം, a coil has a resistance of 30 ohm and an inductance of 127.3 millihenry. It is connected across a 200 volt 50 hertz supply. Find the impedance. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, എന്താണ് 30 ഓമും 127.3 മില്ലി ഹെൻറി ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാവും, പക്ഷെ പേടിക്കേ വേണ്ട. ഇതിൻ്റെ ഫോർമുല എന്താ, ഇമ്പിഡൻസിൻ്റെ ഫോർമുല എന്താ, Z = √R² + XL - XC the whole square ആണ്. XC ഒന്നും ഇവിടെ വരുന്നില്ല, കോയിൽ മാത്രമാണ്. അതിനാകെ ഒരു റെസിസ്റ്റൻസ് 30 ഓം ഉണ്ടെന്നും പറയുന്നുണ്ട്. ഒരു XL എന്ന് പറയുന്നത് അതിൻ്റെ അതിൽ വരുന്ന ഇൻഡക്റ്റൻസ് L എന്ന് പറയുന്നത് 127.3 മില്ലി ഹെൻറി ആണെന്നും പറയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ R30 നേരിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇമ്പിഡൻസ് Z ആണ് കണ്ടുപിടിക്കേണ്ടത്. XC ഇല്ല കേട്ടോ, XC 0 ആണ്, അങ്ങനെ ഒരു കപ്പാസിറ്റൻസ് വാല്യൂ ഇല്ല എന്നാണ് പറയുന്നത്. XLന് നമുക്ക് ഫോർമുല അറിയാം, 2πf × L അല്ലേ. ഇവിടെ എഫ് നമുക്കറിയാം 50 ഹെർട്സ് തന്നിട്ടുണ്ട് ഫ്രീക്വൻസി, എൽ എന്ന് പറയുന്നത് 127.3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. 2 × പൈ എന്ന് പറയുന്നത് 3.14 എന്ന് എടുക്കാം, ഇൻറ്റു ഫ്രീക്വൻസി എഫ് എന്ന് പറയുന്നത് 50 ഇൻറ്റു എൽ ഇൻഡക്റ്റൻസ് 127.3 മില്ലി ഹെൻറി. ഓക്കെ, മില്ലി എന്ന് പറയുമ്പോൾ 10⁻³ എടുക്കണേ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വരാൻ പോകുന്നത് ഇവിടെ 127 × 3.14 ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു 400 അടുത്ത് വരും. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 400 ഉണ്ട് അത്. ഇനി 400 വന്നു ഇൻറ്റു 2 × 50 എന്ന് പറയുന്നത് 100. അപ്പോൾ XL എന്ന് പറയുന്നത് 40,000 എന്ന് വന്നില്ലേ. ഓക്കെ, അപ്പോൾ 40,000 ഇൻറ്റു 10⁻³ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വരത്തുള്ളൂ കേട്ടോ, 40 എന്ന് വന്നു. അപ്പോൾ Z എന്ന് പറയുന്നത് എന്താണ്, √30² + 40². നമുക്കറിയാലോ ഇത് എത്രയാണെന്ന്. √30² + 40² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 900 + 1600 എന്ന് വെച്ച് കഴിഞ്ഞാൽ √2500 എന്ന് വെച്ചാൽ 50. ഓക്കെ, അപ്പോൾ 50 ഓം ആണ്
ആൻസർ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് കിട്ടുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ നമുക്ക് ആ ഫോർമുല മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ പിന്നെ വലിയ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ കേട്ടോ. അപ്പം നല്ലോണം ശ്രമിക്കുക. എ ട്രാൻസ്ഫോമർ ഇസ് എ എഫിഷ്യൻറ്റ് ഡിവൈസ് ബിക്കോസ്. അടുത്തത് 9ാമത്തെ ചോദ്യം. അത്യാവശ്യം എല്ലാവരും ചാടി വീഴുന്ന ഒരു ആൻസർ എ ആയിരിക്കും. ഇറ്റ് യൂസസ് ഇൻഡക്റ്റീവ് കപ്ലിംഗ് ആയിരിക്കും. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പോലും അത് ചാടിയാണ് വീണത്. കുറേ കാലങ്ങളായി പരീക്ഷ എഴുതിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പോലും ഇറ്റ് യൂസസ് ഇൻഡക്റ്റീവ് കപ്ലിംഗ് തന്നെയാണ് എഴുതിയത്. പക്ഷേ മുഴുവൻ വായിച്ചു നോക്കുക. ഇറ്റ് യൂസസ് ഇൻഡക്റ്റീവ് കപ്ലിംഗ് സത്യമാണ്, പക്ഷെ അതുകൊണ്ട് അത് എഫിഷ്യൻ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് യൂസസ് കപ്പാസിറ്റീവ് കപ്ലിംഗ്, ഇറ്റ് യൂസസ് ഇലക്ട്രിക് കപ്ലിംഗ്, ഏറ്റവും അവസാനം ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. സത്യത്തിൽ അതിൻ്റെ ഉത്തരം അതാണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ്, ട്രാൻസ്ഫോമർ ഇസ് എഫിഷ്യൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. അതിന് മൂവിങ് പാർട്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് എഫിഷ്യൻ്റ് ആണ്. മൂവിങ് പാർട്സ് ഇല്ലാത്തതുകൊണ്ട് മെക്കാനിക്കൽ ലോസ് ഒന്നും വരുന്നില്ല, അതുകൊണ്ടാണ് അത് എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് കപ്ലിംഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് അത് എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൻസർ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. What is the approximate efficiency of a large transformer? Large transformer efficiency 95% ആണ്. ഓക്കെ, ഒരു 97, 98 എന്നൊക്കെ ഉത്തരത്തിലുണ്ടെങ്കിൽ അതൊക്കെ ചൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ 95 ആണ് ഇതിൽ ഏറ്റവും ഹയസ്റ്റ് കാണുന്നത്. അപ്പോൾ 95% ആണ് അപ്രോക്സിമേറ്റ് എഫിഷ്യൻസി ഓഫ് എ ലാർജ് ട്രാൻസ്ഫോമർ. അപ്പോൾ അത്യാവശ്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.